നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. 1.5 മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെ മസ്റ്ററിംഗിന് ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു. റേഷൻ വിതരണവും മസ്റ്ററിംഗും പോസ്റ്റ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്തു നൽകി. റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി വിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അയച്ച കത്തിൽ സർക്കാരിനെ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് മറ്റന്നാൾ മുതൽ മസ്റ്ററിംഗ് നടത്താൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത്. ജില്ലകളെ 3ആയി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ്. റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ്. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ഭീമൻ ചെലവ് കണക്കുമായി സർക്കാർ. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കാണെന്ന് പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചെലവായെന്നാണ് സർക്കാർ കണക്ക്. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 ചെലവിട്ടു. ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു നൽകിയിരുന്നു. ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടി ചെലവായെന്നാണ് പറയുന്നത്. വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും 14 കോടിയും ഗതാഗതത്തിന് 4 കോടിയും ചെലവായി. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് 7 കോടിയെന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98,00,000. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടി. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി. മിലിറ്ററി, വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ 4 കോടി. മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ 2 കോടി. താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടി. ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് 10 കോടി. JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായത് 15 കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്ത് വെർച്വൽ അറസ്റ്റ് അടക്കമുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി കേരള പോലീസ്. കേരള പോലീസിന്റെ സന്ദേശത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക. ഈ സമയപരിധിക്ക് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും കേരള പോലീസ് അറിയിച്ചു. വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ പണം നഷ്ടമാകുന്ന സംഭവം അടുത്തിടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ പണം തട്ടുന്ന സംഭവം കേരളത്തെയും ഞെട്ടിച്ചു. സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സമാന തട്ടിപ്പിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം ജെറി അമൽദേവിനെ പണത്തിനായി സമീപിച്ചത്. കൊറിയർ സർവീസിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് മുമ്പ് കേരള പോലീസ് സമാന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാഴ്സലിലെ സാധനങ്ങൾ മയക്കുമരുന്നാണെന്നും തീവ്രവാദ ബന്ധമുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ ഫോൺ CBIയിലെയോ സൈബർ പോലീസിലെയോ മുതിർന്ന ഓഫീസർക്ക് കൈമാറുന്നു എന്നും പറഞ്ഞാണ് തട്ടിപ്പു സംഘം പണം തട്ടാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ അനവധി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ദിവസവും നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടും ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം ആരംഭിക്കാതെ വിജിലൻസ്. അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ തിരിച്ചെത്തിയ ശേഷം നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. ആരോപണ വിഷയങ്ങളിൽ പരിശോധന നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടാൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടും. അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ, വൻ തുക നൽകി കവടിയാറിൽ ഭൂമി വാങ്ങി കേസ് ഒതുക്കുന്നതിൽ 1.5 കോടി കൈക്കൂലി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളായിരിക്കും വിജിലൻസ് പരിശോധിക്കുക. വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വയോ സേവന പുരസ്കാരം 2024 തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു.
വയോജനങ്ങളുടെ ക്ഷേമം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണെന്നും നാടും നഗരവും വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോൾ നമുക്കൊപ്പം ചേർത്തു നിർത്തേണ്ടവർ തന്നെയാണ് വയോജനങ്ങളെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. സംവിധായകരായ ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, നടി റിമ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്തെന്നതും ശ്രദ്ധേയമാണ്. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നുമാണ് വാഗ്ദാനം. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും. സമത്വം, സഹകരണം, സാമൂഹിക നീതി മൂല്യങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കും. പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ട് ഇറങ്ങണമെന്നും കത്തിലുണ്ട്. അടുത്തിടെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ആഷിഖ് അബു അടക്കമാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. നാവികസേനയുടെ പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന നാവിക സാഗർ പരിക്രമ 2ന്റെ ലോഗോ പുറത്തിറക്കി. സേനയിലെ 2 വനിതാ ഉദ്യോഗസ്ഥർ പായ്വഞ്ചിയിൽ ലോകം ചുറ്റുമെന്ന് നാവികസേന അറിയിച്ചു. പരിശീലന കപ്പലുകളായ INS തരംഗിണി, INS സുദർശിനി എന്നിവയിലെയും INSV മാതേയി, INSV തരിണി എന്നിവയിലെയും സഞ്ചാരം വഴി സമുദ്ര കപ്പൽ പര്യവേക്ഷണങ്ങളിൽ ഇന്ത്യൻ നാവികസേന പ്രധാന സ്ഥാനം നേടിയതായും നാവികസേന ചൂണ്ടിക്കാട്ടി. മലയാളി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽനയും പുതുച്ചേരി സ്വദേശിയും ലഫ്റ്റനന്റ് കമാൻഡറുമായ രൂപ അഴഗിരി സ്വാമിയുമാണ് റിട്ടയർഡ് കമാൻഡർ അഭിലാഷ് ടോമിയുടെ കീഴിൽ കപ്പൽ പര്യവേഷണത്തിനുള്ള പരിശീലനം നടത്തുന്നത്. INSV തരിണിയിലാണ് ഇവരുടെ പരിശീലനം. 2023 മെയ്യിൽ ദിൽനയും രൂപയും ഉൾപ്പെടെ 6 നാവികരുടെ സംഘം ഗോവയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ വഴി ബ്രസീലിലെ റിയോ ഡി ജനീറോ വരെയും തിരികെയുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് പര്യടനം വഴി INSV തരിണിയിൽ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് അഭിലാഷ് ടോമിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ പര്യവേഷണത്തിനുള്ള 2 അംഗ സംഘത്തെ തെരഞ്ഞെടുത്തത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹ്രസ്വവും ദീർഘവുമായ നിരവധി പരിശീലനങ്ങളാണ് വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തിനായി ഇവർക്ക് നൽകുന്നത്. 2012 നാവികസേന ഉദ്യോഗസ്ഥനായിരിക്കെ സാഗർ പരിക്രമയുടെ ഭാഗമായാണ് മലയാളി നാവികനായ റിട്ടയർഡ് കമാൻഡർ അഭിലാഷ് ടോമി മുംബൈ തീരത്ത് നിന്ന് മാതേയി എന്ന പായ്വഞ്ചിയിൽ ആദ്യമായി ലോകയാത്ര നടത്തിയത്. 4 ലക്ഷത്തോളം കിലോമീറ്ററുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത അദ്ദേഹം 2013 ഏപ്രിലിൽ മുംബൈയിൽ തിരിച്ചെത്തി. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനും 2ാമത്തെ ഏഷ്യക്കാരനുമാണ് അഭിലാഷ് ടോമി. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ 24 മണ്ഡലങ്ങൾ വിധിയെഴുതും. 1 മാസത്തിലധികം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിനാണ് കൊടിയിറങ്ങിയത്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മെഗാ റാലികൾ കലാശക്കൊട്ടിൽ പാർട്ടികൾ നടത്തി. ജനപിന്തുണയും ശക്തിയും തെളിയിക്കുന്ന രീതിയിലാണ് റാലി നടന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണവും സ്ഥാനാർത്ഥികൾ നടത്തി. തെരഞ്ഞെടുപ്പിന് 1 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാമ്യം ലഭിച്ച് കാശ്മീരിലെത്തി 2 ദിവസത്തിനു ശേഷമാണ് അവാമി ഇത്തിഹാദ് പാർട്ടി അധ്യക്ഷൻ എഞ്ചിനീയർ റാഷിദ് ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളുമായി സഖ്യം ചേരാൻ തീരുമാനിച്ചത്. ചില സീറ്റുകളിൽ പരസ്പരം മത്സരമുണ്ടെന്നും സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം കാശ്മീരികളുടെ ശബ്ദം ഉയർത്തുകയാണെന്നും എഞ്ചിനീയർ റാഷിദ് പറഞ്ഞു. അതിനിടെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തും. വ്യാഴാഴ്ച ശ്രീനഗറിൽ നടക്കുന്ന BJP റാലിയിൽ മോദി സംസാരിക്കും. ഈ മാസം 25, അടുത്ത മാസം 1 തീയതികളിലാണ് 2ഉം 3ഉം ഘട്ട തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് പാതയിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ എത്തുക. ആഴ്ചയിൽ 6 ദിവസവും ട്രെയിൻ സർവീസ് നടത്തും. ബുധനാഴ്ച മുതലാണ് വന്ദേ മെട്രോയുടെ സാധാരണ സർവീസ് തുടങ്ങുക. 455 രൂപയാണ് അഹമ്മദാബാദിനും ഭുജിനും ഇടയിലുള്ള ടിക്കറ്റ് നിരക്ക്. അഹമ്മദാബാദ് ഭുജ് വന്ദേ മെട്രോ സർവീസ് 9 സ്റ്റേഷനുകളിൽ നിർത്തി 360 കിലോമീറ്റർ ദൂരം 5 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് എത്തിച്ചേരും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സഞ്ചരിക്കുമെന്ന് പശ്ചിമ റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭുജിൽ നിന്ന് പുലർച്ചെ 5:05 പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 10:50 അഹമ്മദാബാദിലെത്തും. തിരിച്ച് അഹമ്മദാബാദിൽ നിന്ന് വൈകിട്ട് 5:30 പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 11:10 ഭുജിലെത്തും.
അത്യാധുനിക സൗകര്യങ്ങളുള്ള പൂർണ്ണമായും ശീതീകരിച്ച ട്രെയിനാണിത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട്. 1150 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന 12 കോച്ചുകൾ ഉൾക്കൊള്ളുന്ന വന്ദേ മെട്രോയിൽ റിസർവേഷന്റെ ആവശ്യമില്ല. മിനിമം 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകി AAP. കെജ്രിവാൾ ഇന്ന് രാജിവെക്കുമെന്ന് AAP അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സൗരഭ് ഭരദ്വാജാണ് ഇക്കാര്യം അറിയിച്ചത്. സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജിവെക്കുന്നതെന്നും അദ്ദേഹം വിവരിച്ചു. കെജ്രിവാളിന്റെ തീരുമാനത്തെ ദില്ലിയിലെ ജനങ്ങൾ പ്രശംസിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നും സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കി. ദില്ലി മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതിൽ ജനങ്ങൾ രോഷത്തിലാണെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ കെജ്രിവാളിന് പകരം ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടിയിൽ വലിയ ചർച്ചകൾ തുടരുകയാണ്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ മുഖ്യമന്ത്രിയാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് AAP. കെജ്രിവാളിന് പകരം ഭാര്യ സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ സുനിത നടത്തിയ തീപ്പൊരി പ്രസംഗമടക്കം ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കെജ്രിവാളിന്റെ നിലപാടാകും നിർണായകം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വെടിവയ്പുണ്ടായത്. ക്ലബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിരുന്നു. തോക്കുമായി മറഞ്ഞിരുന്ന അക്രമി വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർക്കുകയായിരുന്നു. പ്രതി ഹവായ് സ്വദേശി റയൻ വെസ്ലി റൌത്തിനെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിക്കു നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിയുതിർത്തെങ്കിലും SUV-യിൽ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോപ്രോ ക്യാമറയും 2 ബാക്ക് പാക്കുകൾ എന്നിവയും കണ്ടെടുത്തു. ട്രംപിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നെന്ന് കരുതുന്നതായി FBI വ്യക്തമാക്കി. ട്രംപ് സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ സംഘവും സീക്രട്ട് സർവീസും അറിയിച്ചു. യുക്രൈനിലെ വിവിധ സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ 7 പേർ മരിച്ചു. യുക്രൈന്റെ തെക്കുകിഴക്ക് കിഴക്ക് പ്രദേശങ്ങളിലാണ് റഷ്യ ഷെല്ലാക്രമണം നടത്തിയത്. ശനിയാഴ്ചയായിരുന്നു യുക്രൈൻമേൽ അപ്രതീക്ഷിതമായി റഷ്യയുടെ ഷെല്ലാക്രമണം. സപ്പോറിൻഷ്യ പ്രദേശത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഷെല്ലാക്രമണത്തിൽ തകർന്നു. ആക്രമണത്തിൽ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 പേർ മരിച്ചതായി ഗവർണർ ഇവാൻ ഫെഡ്രോവ് സ്ഥിരീകരിച്ചു. ഒഡേസയിൽ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് 2 പേർ മരിച്ചത്. ഖേർസണിൽ 1 വയോധികനാണ് ഷെല്ലാക്രമണത്തിൽ മരിച്ചത്. ഖാർക്കീവിൽ 72 വയസ്സുകാരിയും മരിച്ചു. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് വയോധിക മരിച്ചത്. ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FC-യോട് തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവസാന നിമിഷങ്ങളിൽ തീർത്തും നാടകീയമായി മാറിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. ഗോൾ രഹിതമായിരുന്ന ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതിയിലാണ് മത്സരത്തിലെ 3 ഗോളുകളും പിറന്നത്. ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ അവസാന 10 മിനിറ്റിനിടെ പിറന്ന 3 ഗോളുകളാണ് മത്സരത്തിന്റെ വിധി എഴുതിയത്. നിശ്ചിത സമയത്തിന്റെ അവസാന 4 മിനിറ്റിലും 5 മിനിറ്റ് ഇഞ്ചുറി ടൈമിലുമായാണ് ഗോളുകൾ പിറന്നത്. പഞ്ചാബ് FC-ക്കായി പകരക്കാരൻ താരം ലൂക്ക മൈസൺ, ഫിലിപ്പ് മിർലാക്ക് എന്നിവർ ഗോൾ നേടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശ്വാസ ഗോൾ എക്സ്ട്രാ ടൈമിൽ 2ാം മിനിറ്റിൽ സ്പാനിഷ് താരം ഹെസൂസ് ഹിമെനെ നേടി.